വാട്സ്ആപ്പ് കേസ് വോക്സിമെന്റ് നാസിമാണ് ഓപ്പോയുടെ ഭാഗത്തു നിന്നും എഫ് സീരീസിൽ F27 Pro Plus എന്ന് പറയുന്ന ഒരു മൊബൈൽ ഫോൺ വന്നിട്ടുണ്ട്. ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് വളരെയധികം നല്ല അഭിപ്രായമാണ് മാർക്കറ്റിൽ എല്ലാ ടെക് യൂട്യൂബേഴ്സും അതേപോലുള്ള ആളുകളെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ 27,999 ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു മൊബൈൽ ഫോണിൽ മിസ്സിംഗ് ആണ്. എടുത്തു പറയാനാണെങ്കിൽ കേവലം രണ്ട് സ്പെസിഫിക്കേഷൻ മാത്രമേ നല്ല ഫീച്ചേഴ്സ് ആയിട്ട് ഇതിൽ പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. 27,999 രൂപയ്ക്ക് ഈ ഒരു മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയ്ക്ക് നോക്കി കഴിയുകയാണെങ്കിൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ഇവർ തരുന്നുണ്ട്. പക്ഷെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു 64 മെഗാ പിക്സലിന്റെ ക്യാമറയിൽ OIS സപ്പോർട്ട് വരുന്നില്ല. ഒരു അൾട്രാ വൈഡ് ലെൻസ് നമുക്ക് ഇവർ തരുന്നില്ല. കേവലം മോണോ സ്പീക്കർ സെറ്റപ്പ് ആണ് ഇത്രയും വലിയൊരു പ്രൈസ് സെഗ്മെന്റിൽ ഇവർ തരുന്നത്. അതേപോലെ തന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സിൽ NFC അതേപോലെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ഓപ്പോ തരുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ റിവ്യൂ നമുക്ക് വീഡിയോയുടെ വഴിയെ കണ്ടറിയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഓപ്പോ F27 Pro Plus എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേയുടെ വശത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 27,999 വർത്ത് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് തന്നിരിക്കുന്നത്. 6.7 ഇഞ്ചിന്റെ 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് വരുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ ഓപ്പോ ഒരുക്കി വെച്ചിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 500 നിറ്റ്സിന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസും 800 നിറ്റ്സിന്റെ HBM-ഉം 950 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കോറിംഗ് ഗറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ നമുക്ക് ഓപ്പോ തരുന്നുണ്ട്. ഏകദേശം 1.8 മീറ്ററിന് മുകളിൽ നിന്നും ഒരു കോൺക്രീറ്റ് നിലത്തേക്ക് ഈ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വലിച്ചെറിഞ്ഞാൽ കൂടി ഡിസ്പ്ലേക്ക് യാതൊരു വിധത്തിലുള്ള ഡാമേജും വരത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു കാര്യം അഡ്വർടൈസ്മെന്റിലൂടെയും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പല ആളുകൾ നമുക്ക് കാണിച്ചു തരുന്നുമുണ്ട്. അതേപോലെ തന്നെ IP69 വാട്ടർ റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ഏകദേശം 30 മിനിറ്റ് 1.5 മീറ്റർ വെള്ളത്തിൽ 30 മിനിറ്റ് കണ്ടിന്യൂ ഇട്ട് കഴിഞ്ഞാൽ കൂടി ഈ ഒരു മൊബൈൽ ഫോണിൽ വെള്ളം ഈ ഒരു മൊബൈൽ ഫോണിൽ കയറില്ല എന്നാണ് ഓപ്പോ അവകാശപ്പെടുന്നത്. ഈ ഒരു IP69 വാട്ടർ ടെസ്റ്റും നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. 27,999 രൂപയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളും വളരെ മികച്ച ഒരു സ്പെസിഫിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഈ ഒരു രണ്ട് ഫീച്ചേഴ്സ് നമുക്ക് ഓപ്പോ തന്നു കഴിയുമ്പോൾ അതിൽ ഒരു കാര്യം എക്സ്ട്രാ ഇവർ പറയുന്നുണ്ട്, അത് ആരും കണക്കാക്കുന്നില്ല. ചെറിയൊരു സ്റ്റാർ ഇട്ടിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓപ്പോ നമുക്ക് അഡ്വർടൈസ്മെന്റിലൂടെ ഈ ഒരു സ്റ്റാറിൽ എന്താണ് പറഞ്ഞു തരുന്നതെന്ന് ഒരു യൂട്യൂബർമാരും അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റിലും പറഞ്ഞു തരുന്നില്ല. അതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഈ ഒരു 1.8 മീറ്ററിൽ നിന്ന് കോൺക്രീറ്റ് റെസിസ്റ്റന്റ് ആയിട്ട് താഴത്തേക്ക് ഇട്ടാൽ കൂടി ഒന്നും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്റ്റാറിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഡസ് നോട്ട് ഗ്യാരണ്ടി റഗ്നസ് ഓർ യൂസ് ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ് എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വിക്ടസ് 2 പ്രൊട്ടക്ഷനും IP69 റേറ്റിംഗ് ഉണ്ടെങ്കിൽ കൂടി ചില ടേംസ് ആൻഡ് കണ്ടീഷൻസിലൂടെ മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അല്ലാത്ത പക്ഷം യാതൊരു വിധതരത്തിലുള്ള ഗ്യാരണ്ടി നമുക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഇനി ഒരു മൊബൈൽ ഫോണിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ Android 14 ഏറ്റവും പുതിയ Android 14 വരുന്നത്. ഇതിന്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയാടെക്കിന്റെ Dimensity 7050 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. വളരെ വലിയൊരു ചിപ്സെറ്റ് ഒന്നുമല്ല, അത്യാവശ്യം ഡീസന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് മാത്രമാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് കൊടുക്കാമെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. കാരണം Dimensity 7050 കൂടുതൽ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ മികച്ച ഒരു ചിപ്സെറ്റ് 27,999 രൂപയ്ക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാമെന്ന് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നി. രണ്ട് മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു മൊബൈൽ ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആകാൻ പോകുന്നത്. 8128, 8256. അതേപോലെ തന്നെ UFS 3.1 ആണ് സ്റ്റോറേജ് വരുന്നത്. ഏകദേശം 28,000 രൂപ മുടക്കി ഒരു കസ്റ്റമർ ഈ ഒരു മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അത്യാവശ്യം എല്ലാവരും ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ക്യാമറ കാര്യങ്ങളെല്ലാം നോക്കും. അത്യാവശ്യം നല്ലൊരു 64 മെഗാ പിക്സലിന്റെ 1.7 അപ്പറേച്ചർ വരുന്ന ഒരു ക്യാമറയാണ് ഓപ്പോ നൽകിയിരിക്കുന്നത്. പക്ഷേങ്കിൽ 28,000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോൾ ഇതിലൊരു OIS സെറ്റപ്പ് വരുന്നില്ല. ഇപ്പോൾ 20,000 രൂപയിൽ താഴെയുള്ള മൊബൈൽ ഫോണിൽ വരെ OIS സെറ്റപ്പോട് കൂടിയുള്ള ക്യാമറയാണ് വരുന്നത്. പക്ഷേങ്കിൽ 28,000 രൂപയ്ക്ക് 64 മെഗാ പിക്സലിന്റെ ക്യാമറ തരുമ്പോൾ നമുക്ക് ഓപ്പോ F27 Pro Plus എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ OIS സംവിധാനം വരുന്നില്ല. അതേപോലെ തന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പിൽ ഒരു അൾട്രാ വൈഡ് ലെൻസ് വരുന്നില്ല. അതിന് പകരം നമുക്ക് കിട്ടാൻ പോകുന്നത് 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ ആണ്. ഈ ഒരു 2 മെഗാ പിക്സൽ അവർ കൊടുക്കാതെ ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ് കൊടുത്തിരുന്നതെങ്കിൽ
കുറച്ചുകൂടി നല്ലൊരു സ്പെസിഫിക്കേഷൻ ആയിട്ട് ഇത് എടുക്കാൻ പറ്റുമായിരുന്നു. ഏതായാലും ഡ്യുവൽ ക്യാമറ സെറ്റപ്പിൽ മെയിൻ ക്യാമറയിൽ OIS സപ്പോർട്ട് തരുന്നുമില്ല, ഒരു അൾട്രാ വൈഡ് ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുമില്ല. അതിന് പകരം എന്തോ ഒരു പേരിന് 2 മെഗാ പിക്സൽ ഒരു മാക്രോ സെൻസർ ആണ് നൽകിയിരിക്കുന്നത്. 4K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, 180 30 and 60 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ അവസ്ഥയ്ക്ക് വന്നു കഴിയുകയാണെങ്കിൽ വെറും 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് 28,000 രൂപ മുതൽ മുടക്കിൽ നമുക്ക് ഓപ്പോ നൽകുന്നത്. 2.0 അപ്പറേച്ചർ വരുന്ന 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ലെൻസ് ആണ് ഇവർ തന്നിരിക്കുന്നത്. 4K 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേങ്കിൽ 8 മെഗാ പിക്സലിന്റെ ക്യാമറയിൽ ഓപ്പോ എന്ന് പറയുന്ന ബ്രാൻഡ് ഉപയോഗിച്ച് എത്രത്തോളം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസും ഫോട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 16 മെഗാ പിക്സെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. വന്നു കഴിയുകയാണെങ്കിൽ 3.5mm ഒരു ഓഡിയോ ജാക്ക് ഇല്ല, അതുപോട്ടെ ഇപ്പോൾ വരുന്ന എല്ലാ മൊബൈലിലും അത് എടുത്ത് ഒഴിവാക്കിയാണ് പതിവ്. പക്ഷേ എങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ 28,000 രൂപയ്ക്ക് ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ഓപ്പോയ്ക്ക് നൽകാമായിരുന്നു. അതിന് പകരം വെറും മോണോ സ്പീക്കർ സെറ്റപ്പ് ആണ് F27 Pro Plus എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഇത്രയും രൂപ വരുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ ഇവർ നൽകിയിരിക്കുന്നത്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി വരുന്നുണ്ട്, 67 വാട്ടിന്റെ വയർഡ് ചാർജിങ് വരുന്നുണ്ട്. ഏകദേശം 26 മിനിറ്റ് കൊണ്ട് 50% ഒക്കെ ആകുമെന്ന് അഡ്വർടൈസ്മെന്റിലൂടെ ഒപ്പം പറയുന്നുണ്ട്. റിവേഴ്സ് വയർഡ് ചാർജിങ്ങും ഈ ഒരു മൊബൈൽ ഫോണിൽ സപ്പോർട്ടാണ്. ഈ ഒരു സ്പെക് ഒക്കെയാണ് ഓപ്പോ F27 Pro Plus എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ വരുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് നമുക്ക് ബെറ്റർ ആയിട്ട് ഇതിൽ പറയാൻ പറ്റുന്നത്. IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് വരുന്നുണ്ട്, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഒരു 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അൾട്രാ വൈഡ് ലെൻസ് വരുന്നില്ല, 64 മെഗാ പിക്സലിന്റെ ആ ഒരു ക്യാമറയിൽ OIS സപ്പോർട്ട് വരുന്നില്ല. ഇത്രയും രൂപ വില മുടക്കി നമ്മൾ ഇത് വാങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് വരുന്നില്ല. ഇതേപോലെ ഒരുപാട് ഡ്രോബാക്ക് എടുത്തു പറയാൻ ഈ ഒരു മൊബൈൽ ഫോണിലുണ്ട്. 28,000 രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒട്ടനവധി മൊബൈൽ ഫോൺ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 30,000 രൂപയിൽ കിട്ടുന്ന ഏറ്റവും മികച്ച മൊബൈൽ ഫോണിനെ കുറിച്ച്. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, കാണാത്ത ആളുകൾക്ക് കണ്ടു നോക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊബൈൽ ഫോണിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഓപ്പോ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വാങ്ങാൻ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും പരിഗണിക്കാൻ പറ്റിയ ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. പക്ഷേങ്കിൽ പേഴ്സണൽ ആയിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു മൊബൈൽ ഫോൺ കൂടിയായിരിക്കും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന F27 Pro Plus എന്ന് പറയുന്ന മൊബൈൽ ഫോൺ. ഒരുപാട് ഡ്രോബാക്സ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. കേവലം 2 കാര്യങ്ങൾ മാത്രമേ മുന്നിട്ട് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്രയും രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് നോക്കിക്കൊണ്ട് തന്നെ വേറെ ഒരു കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഏതെങ്കിലും മൊബൈൽ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.